ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ 7 ആണ്. അപ്പോൾ ഇപ്രാവശ്യം 45 ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ചാലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം, ഞാൻ അത്യാവശ്യം നല്ല പനി പിടിച്ച് വയ്യാണ്ടായി സൈഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ തലക്ക് ചെറിയൊരു വെളിവൊന്നുമില്ല, നല്ല തലവേദനയുണ്ട്. അപ്പോൾ അതൊന്ന് അങ്ങനെ ഫ്രണ്ടിലൊന്ന് വന്നിരിക്കുകയാണ് കേട്ടോ, ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ ടോട്ടോക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ഇരിപ്പാണ് കേട്ടോ അത്. അപ്പോൾ എന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഡ്രിപ്പ് ഇട്ട് പോയതിൻ്റെ ബാക്കിയായിട്ട് ഇന്നും ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാനുലൊന്നും അഴിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ആ കൈമുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കാരണം കൈ നല്ല വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്ന് വല്ലാതെ ഞാൻ ഡയറ്റ് ഒന്നും നോക്കുന്നില്ല കേട്ടോ. കാരണം വായൊക്കെ ഭയങ്കര കയ്പ്പാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വായക്ക് രുചിയുള്ളതൊന്ന് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നടക്കാൻ കേട്ടോ ഞാൻ. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ 2 റസ്ക്കുമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഒരു രുചിയില്ല എന്ന് പറഞ്ഞാൽ ഒരു രുചിയില്ല കേട്ടോ. ഒരു വികാരമില്ലാത്ത സാധനം കഴിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ കഴിക്കുന്നത്. എനിക്കൊന്നും തോന്നുന്നില്ല കേട്ടോ. അത്രയും എനിക്ക് പനിച്ചതുകൊണ്ടാവാം, എന്താണെന്ന് എനിക്കറിയില്ല. കട്ടൻ ചായയൊക്കെ കുടിക്കണ വരെ വെള്ളം കുടിച്ചാൽ വരെ ഇതിനെക്കാട്ടിയും നന്നാവും എന്ന് തോന്നിപ്പോയിട്ടോ. അത്രയും വളരെയധികം ക്ഷീണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 10:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണല്ലോ, ഒന്ന് സൺഡേ ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി വരും. അപ്പോൾ ചിക്കൻ കറി വെച്ചാൽ പിന്നെ അവർ നല്ലപോലെ കഴിച്ചോളും. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ പരാതി പറയും. അപ്പോൾ ഞാൻ എന്തായാലും വയ്യാത്തതല്ലേ, ഇനിയിപ്പോൾ എനിക്ക് ഓരോ പരാതി കേൾക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേച്ചീനോട് പറഞ്ഞതായിരുന്നു ചിക്കൻ കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാലേ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ എന്നുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ചേച്ചി ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആയതുകൊണ്ട് മക്കൾ ഹാപ്പി ആയിട്ട് അവരെന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല സമാധാനമായി. ഇപ്പോഴും ഒരു പനിക്ക് തീരെ ചേഞ്ചില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനും മറന്നുപോയി കേട്ടോ. അന്നത്തെ ദിവസം തീരെ വയ്യാത്തതുകൊണ്ട് തന്നെ ഞാനും വെയിറ്റ് ചെക്ക് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ ചെക്ക് ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു, മറന്നുപോയി. അപ്പോൾ തീരെ വീണ്ടും പനിയൊന്നും കുറവില്ല. അതാ കണ്ടില്ല, 102.2 ആയിട്ടുണ്ട്. അതിനുശേഷം കിടന്നിട്ട് ഞാൻ പിന്നെ എണീച്ചത് 2 മണി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തലവേദനയും പനിയൊക്കെ ഉണ്ടായിരുന്നു. എണീച്ച് വന്നപ്പോൾ ആളെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചോറും പിന്നെ അരിനെല്ലിക്ക ഉപ്പിലിട്ടത്, പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടി, അതൊക്കെയാണ് ഞാൻ ഒരു പപ്പടം എടുത്തത്. പക്ഷെ എന്താ പറയുക, അത് ഞാൻ ഫുള്ളായി കഴിച്ചില്ല കേട്ടോ. എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഒരു രുചിയില്ലാഞ്ഞിട്ട്. വായൊക്കെ കഴിച്ചിട്ട്. അപ്പം ഞാൻ വീട്ടിൽ മക്കൾ ഇടയ്ക്ക് കഴിക്കുന്ന മിഠായിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിട്ടോ. അതിന്ന് ഞാൻ അങ്ങനെ കഴിക്കലില്ല. അപ്പോൾ അതിൽ നിന്നൊരു 2, 3, 4 മിഠായി വരെയൊക്കെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാൻ അതിങ്ങനെ എടുത്ത് കഴിക്കുന്നത് എന്തെങ്കിലും ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് മധുരത്തിനോട് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അതിന് ശേഷം അവർ വീണ്ടും ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കുറച്ച് നേരം അങ്ങനെ പോസ്റ്റായി. പക്ഷെ എന്നാലും എന്താ, ആ സാധനം എടുത്ത് ഊരി മാറ്റി കൊണ്ടുപോയപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാനുള്ളത്. ഭയങ്കര ഒരു ഇറിറ്റേഷനല്ലേ, നമുക്ക് ആ കൈ കൊണ്ടൊന്നും പിടിക്കാനും പറ്റൂല, ആ കൈ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല. എന്നാൽ നല്ല വേദന ഉണ്ടാവുകയും ചെയ്യും. കിടക്കുന്നതിൽ അറിയാണ്ട് ഉറങ്ങിപ്പോയി അവിടെയും വേണ്ടി തട്ടിയാലും പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറിയപ്പോൾ ഭയങ്കര സമാധാനം. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ അവർ വരിക. ഇന്നലെ വന്നപ്പോൾ ഒരു ഡ്രൈവർ, 2 നേഴ്സും ഒരു ഡോക്ടറും കൂടെ ആയിരുന്നു. ഇന്നിപ്പോൾ ഒരു നേഴ്സേ ഉള്ളൂ. ഇന്ന് ജസ്റ്റ് ഇത് ഊരാനും ഡ്രിപ്പ് ഇടാനും മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് പനിയൊന്ന് വിട്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഞ്ഞിയിൽ കുറച്ച് ഉപ്പിലിട്ടത് ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കുകയാണ്, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അതും ഒട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പകുതി ഞാൻ കഷ്ടപ്പെട്ട് കുടിച്ചു. കാരണം അവർ എന്നോട് പറഞ്ഞു നല്ല വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ വീണ്ടും സൈഡാവുമെന്ന് പറഞ്ഞു. അപ്പോൾ കഷ്ടപ്പെട്ട് ആദ്യത്തെ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തീരെ വെള്ളം കുടിക്കാനും കഴിയണില്ല. ഭയങ്കര ഒരുമാതിരി ടേസ്റ്റ് ആയിരുന്നു. ഒരു ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അത് കടിച്ച ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ്
മക്കൾക്ക് ജ്യൂസ് വാങ്ങിയതായിരുന്നു. എനിക്ക് ഇളനീർ വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് ആളെ വിട്ടപ്പോൾ മക്കൾക്ക് ഇളനീർ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു. പക്ഷേ എനിക്ക് ഇളനീർ വെള്ളത്തിന് ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ മക്കൾ ജ്യൂസിൽ നിന്ന് ഇച്ചിരി കുടിച്ച് നോക്കുകയാണ് കേട്ടോ. ഒരാളെ നിന്ന് കുടിച്ചാൽ പിന്നെ മറ്റാളെ നിന്ന് കുടിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അല്ലെങ്കിൽ രണ്ടാളും അടിയാവും. അപ്പോൾ സെയിം ഒരേപോലെ തന്നെ ആവണമല്ലോ ആ അളവ്, ജ്യൂസിലുള്ള അളവ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാളെ നിന്നും 2 സിപ്പ് വീതം കുടിച്ചു കേട്ടോ. അതിന് പിന്നെ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇളനീർ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2 ദിവസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ കുറേ ദിവസമായി കിടക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാണ്ട്. പിന്നെ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് തുണികളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട്. കാരണം അവിടെ ഇരിക്കാൻ ഒരു സ്ഥലമില്ലാത്ത അവസ്ഥയാണ് കേട്ടോ. തുണികൾ അങ്ങോട്ട് നിറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്കൊന്ന് നീറ്റാക്കിയിടാന്ന് വിചാരിച്ചു. നമുക്ക് കാണുമ്പോൾ ഒരു സമാധാനം കിട്ടണമല്ലോ. ഇനിയിപ്പോൾ എപ്പോൾ എനിക്ക് വയ്യാണ്ടാവും. അപ്പോൾ കിടക്കുമ്പോൾ ഒരു മനസ്സിന് ഒരു സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒതുങ്ങിക്കിടന്നാൽ കുറച്ചും കൂടെ ഒരു സമാധാനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇവിടേക്കൊന്ന് ആദ്യം ഞാൻ കിടക്കുമ്പോൾ യൂസ് ചെയ്ത ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ ആ തുണികളൊക്കെ ഒന്ന് എല്ലാവരും എനിക്ക് ചേച്ചിയൊക്കെ മടക്കി തന്നിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഓരോരോ റൂമൊക്കെയുള്ളതോ ഒന്നും അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ആദ്യം ഒന്ന് മടക്കി എടുത്ത് വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ തന്നെ ഓരോ റൂമിൽ കൊണ്ടുവച്ചില്ല. കാരണം ഒരുപാട് നടക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു കേട്ടോ, ഇതൊക്കെ ഇന്ന റൂമിൽ കൊണ്ടുവെക്കാനാണെന്ന് പറഞ്ഞപ്പോൾ മക്കൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അല്ലെങ്കിലും മക്കൾ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലോ കുടിക്കാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ മക്കൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, അമ്മ ഓക്കെ ആണോ, അമ്മക്ക് ഗുളിക കുടിച്ചിട്ടുണ്ടായിരുന്നോ, അമ്മക്ക് അത് വേണോ, അമ്മക്ക് ഇത് വേണോ, എന്തെങ്കിലും ഉണ്ടെങ്കിലും അമ്മ ഞങ്ങളെ വിളിച്ചാൽ മതി കേട്ടോ, പപ്പനെ വിളിക്കണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ. വലുതായ എന്താവെന്ന് അറിയില്ല. ഇപ്പോൾ ഏതായാലും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആക്കി മക്കളെ കൊണ്ടൊക്കെ എടുത്തു വെപ്പിച്ചു. പിന്നെ രാത്രി മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിത്തരുമോ, ഈ ആഴ്ച എവിടെയും പോയില്ലല്ലോ, പപ്പ ഇല്ലാത്തതുകൊണ്ട് പുറത്തൊന്നും പോയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബിരിയാണിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2 ഉരുള കഴിച്ചു. പക്ഷേ ഒരു രുചിയില്ലാത്തതുകൊണ്ട് പിന്നെ അതവിടെ വെച്ചു. പിന്നെ അത് അവർ റൂമിലൊക്കെ കൊണ്ടുവച്ചത് ഞാൻ അലമാരയിലേക്കൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഈ ബെഡിൻ്റെ ഒക്കെ ഒരു അവസ്ഥ കണ്ടില്ലേ. ഞാൻ 2 ദിവസമായിട്ട് കിടക്ക എണീക്കുക എന്നല്ലാണ്ട് അതൊന്ന് തട്ടി വൃത്തിയാക്കിയിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബാട്ടവൽ മക്കൾ ഓരോ പ്രാവശ്യം ഓരോ ബാട്ടവൽ എടുത്ത് യൂസ് ചെയ്തിട്ട് കുളിക്കുമ്പോഴും ഇനിയിപ്പോൾ കളിച്ച് വന്ന് മുഖമൊക്കെ കഴുകിയിട്ട് തുടക്കാനൊക്കെ ഓരോ പ്രാവശ്യം ഓരോ ബാട്ടവൽ എടുത്തിട്ട് എല്ലാ ബെഡിൽ തന്നെ കൊണ്ടുപോയിടാം കേട്ടോ. അതുകൊണ്ട് ഞാനിത് ക്ലീൻ ആക്കിയപ്പോൾ എനിക്കിതാ 3 ബാട്ടവലെങ്ങാനും അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സൂചീൻ്റെ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഇനി അടുത്ത ബാട്ടവൽ കിട്ടി. ഞാൻ അതെല്ലാം അലക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ അലക്കലൊക്കെ പിന്നെ ചേച്ചി നാളെ വന്നിട്ട് എടുത്തു വെക്കും. ഇതൊക്കെ അതിൻ്റെ മരുന്നാണ് കേട്ടോ. അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കുന്നത് എല്ലാം മരുന്നും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് തുണി ഉണ്ടല്ലോ, അത് ഇനി അപ്പുറത്തെ റൂമിലാണ് മക്കൾ മാറിയിട്ട് ഇവിടെ കൊണ്ടുവച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അവിടെ അപ്പുറത്ത് കൊണ്ടുവച്ച് റൂമിൽ കൊണ്ടുവെക്കാമെന്ന്. പിന്നെ അടുത്ത ബാട്ടവൽ കിട്ടിയ കണ്ട യെല്ലോ ബാട്ടവൽ, അത് ബാട്ടവലാണ് കേട്ടോ. അപ്പോൾ അതും അങ്ങനെ 3 ബാട്ടവൽ എനിക്ക് ഇതിന് കിട്ടി. ഞാനൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇനി എന്തായാലും നാളെ മാറ്റാമെന്ന് വിചാരിച്ചു. എൻ്റെ പനിയും ഒക്കെ ഒന്ന് മാറണ വരെ ഈ ഒരു ബെഡിൽ തന്നെ അങ്ങനെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നാളെയൊക്കെ ആയിട്ട് സുജി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്
താഴെ ഇത്രയും ബില്ല് എന്താണെന്ന് വിചാരിക്കേണ്ട, താഴത്തെ ബെഡിൽ മക്കൾ കിടക്കുക കേട്ടോ. അപ്പോൾ അവർക്കും കൂടിയുള്ള പില്ലോവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ ബെഡൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വൃത്തിയാക്കി ബ്ലാങ്കറ്റൊക്കെ ഒന്ന് റെഡിയാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനം കേട്ടോ. അപ്പോൾ ഇനി ഇതാ മക്കളുടെ റൂം എന്ന് പറയുന്ന ഈ റൂമിൽ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അവിടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്നും വലുതായിട്ട് അങ്ങനെ സംഭവമാക്കുന്നൊന്നുമില്ല. ഓവർ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് സൈഡായി പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള അവർ കൊണ്ടുവച്ച് തുണികളൊക്കെ അതിൻ്റെ സ്ഥാനത്ത് വെച്ചാൽ അതൊരു സമാധാനമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുകയാണ്. പിന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാക്കിയിട്ട് ഞാൻ പിന്നെ മുറ്റത്തേക്ക് വന്നപ്പോഴാണ് മുറ്റത്തേക്ക് ഭയങ്കര സ്മെല്ല്. സുജി ഉള്ളപ്പോൾ ടോട്ടോൻ്റെ കൂടൊക്കെ എപ്പോഴും ക്ലീൻ ആക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ സ്മെല്ല് നമുക്ക് അങ്ങനെ ഒരു പരിചയമില്ല. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഒന്ന് വെള്ളമടിച്ച് ഒക്കെ ഒന്ന് കൂടുതൽ എഫേർട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അവൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. മക്കളാണ് ഇപ്പോൾ അവന് ഫുഡ് കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും ഒക്കെ ചെയ്യണത്. രാത്രിയൊക്കെ കേട്ടോ. രാത്രി ഒന്നും ഞാൻ അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ എന്താ പറയുക വെച്ചാൽ അവർ പാത്രമൊന്നും അങ്ങനെ ഒന്നും കഴുകുമൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് ഇതാക്കല്ലേ, നമ്മളെ പോലെ ജസ്റ്റ് നല്ല രീതിയിൽ ക്ലീൻ ആക്കുകയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് സ്മെല്ല് വരാനും പിന്നെ അവൻ്റെ യൂറിൻ്റെ സ്മെല്ലോ അവൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ടിൽ തന്നെ ആവുമ്പോൾ നമുക്കൊരു ഇടങ്ങേറല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങേറാണ് കേട്ടോ. അപ്പോൾ അത് എത്ര വയ്യാണ്ടായാലും എനിക്കത് ഒന്ന് കഴുകണം, ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ സുജി ഉണ്ടാകുമ്പോൾ എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടാവലില്ല. അപ്പോൾ ഒന്ന് വേഗം അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കെനൽ വാഷ് ഉണ്ട്. അപ്പോൾ അതിന് നല്ലൊരു സ്മെല്ലാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചിട്ടിട്ട് അവിടേക്ക് ഒന്ന് വെള്ളം ഒഴിച്ചിടാണ്. അത്ര ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ 1-2 ചെടികളൊക്കെ ഉണ്ട്, അതിനും ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടു. ഈ വീഡിയോ എൻ്റെ വീട്ടുകാരും എൻ്റെ ഹസ്ബൻഡൊക്കെ കണ്ട എന്നെ വെടി വെച്ചിട്ട് കൊല്ലും കേട്ടോ. കാരണം അവരൊന്നും ചെയ്യരുത് എന്ന് വിളിച്ച് പറഞ്ഞ ആൾക്കാരാണ്. പക്ഷേ ഞാൻ എന്താ കുറച്ചൊന്ന് തല പൊങ്ങിയപ്പോൾ ചെയ്യണ പണികളാണ് കേട്ടോ. അപ്പോൾ അവരിത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, എനിക്ക് ചെറുതായിട്ട് വയ്യാണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ച് മാറ്റി, ഇന്നലെ ഞാൻ കുളി നനയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുളിച്ച് മാറ്റി വേഗം കിടക്കട്ടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ നാളത്തെ വിശേഷങ്ങൾ നാളെ കാണാം. നാളെ വെയിറ്റും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.